ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേസി. ഇത് കണ്ടോ, ഇന്നലെ നമ്മൾ മത്തങ്ങയും മുരിങ്ങയിലയും കൂടെ നമ്മളൊരു കറി ഉണ്ടാക്കിയായിരുന്നല്ലോ, ഒരു നാടൻ സ്റ്റൈലിൽ നാടൻ കറി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ആ മത്തങ്ങയുടെ തൊലി നമ്മൾ തോരൻ വെച്ച് കാണിക്കാമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ ആ മത്തങ്ങയുടെ തൊലി എടുത്ത് വെച്ചതാണ് ഇത് കണ്ടോ, മത്തങ്ങയുടെ തൊലിയാണ്. ഈ തൊലിയും കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ഉപ്പേരി, അല്ലെങ്കിൽ ഞങ്ങളിവിടെ പറയുന്ന തോരൻ, ചിലയിടത്തൊക്കെ ഉപ്പേരി എന്നാണ് പറയുന്നത്, വറവ് ഉപ്പേരി എന്നൊക്കെ, ഞങ്ങൾ തോരൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, എങ്കിലും എൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് നിങ്ങളൊന്ന് കാണണ്ടേ. അപ്പോൾ ഞാൻ ഈ മത്തങ്ങാത്തൊലി എങ്ങനെയാണ് തോരൻ വെക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. മത്തങ്ങാത്തൊലിയുടെ കൂട്ടത്തിൽ ഇനി ഒരാളും കൂടി ഉണ്ട്, ക്യാരറ്റ്. അവനെയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഈ തോരൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്യാരറ്റിൻ്റെ തൊലിയൊന്ന് ചെത്താം കേട്ടോ. ക്യാരറ്റിൻ്റെ തൊലിയും ഉള്ളിയൊക്കെ പൊളിച്ച് ഉള്ളിയൊക്കെ ചേർത്ത്, അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റിനെ ഒന്ന് നമുക്കിങ്ങനെ തൊലി കളഞ്ഞെടുക്കാവേ. കണ്ടോ, ഈ ക്യാരറ്റിനെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ മത്തങ്ങാത്തൊലി കുരുകുരാന്ന് അരിയണം. വാളരിപ്പയർ, കത്തിപ്പയർ ഒക്കെ അരിയൂലേ, ആ മോഡലിൽ അരിഞ്ഞെടുക്കണം. ഇത് നല്ല കോമ്പിനേഷനാണ് കേട്ടോ, ഈ ക്യാരറ്റും കൂടെ കൂട്ടിയിടുന്നത്. ഇതൊന്ന് ഞാൻ കഴുകിയെടുക്കട്ടെ. നമ്മൾ ഉള്ളി കഴുകിക്കൊണ്ടുവന്നു, ക്യാരറ്റിനെ കഴുകിക്കൊണ്ടുവന്നു. മത്തങ്ങയുടെ തൊലി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അരിഞ്ഞിടാം. അപ്പോൾ തൊലി ഇങ്ങനെ എടുത്തു. വാളരിപ്പയർ അരിയുന്ന പോലെ ഇങ്ങനെ കുരുന്നങ്ങ് അരിഞ്ഞോളുക കേട്ടോ. നല്ലോണം അരിഞ്ഞു വരും. വീട്ടിലൊക്കെ ഉണ്ടായ മത്തങ്ങേൻ്റെ തൊലിയാണെങ്കിലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ അന്നേരം പറിച്ച് ഉണ്ടാക്കുന്നതൊക്കെ ആകുമ്പോൾ നല്ല ഫ്രഷോടെ. ഇത് കടയിൽ നിന്ന് മേടിച്ച് തന്നാലും നല്ല ടേസ്റ്റ് കേട്ടോ. ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം വെക്കുന്നതാണ്. മേടിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. നല്ല രസമാണ് ക്യാരറ്റിൻ്റെ കൂട്ടത്തിലിട്ട് വെച്ച് കഴിക്കാൻ. ഇതിൻ്റെ കൂട്ടത്തിൽ ബീൻസും കൂടെ ഇട്ടാലും നല്ലതാണ് കേട്ടോ. ബീൻസും ചേർക്കാറുണ്ടെങ്കിൽ. അപ്പോൾ ബീൻസ് ഇല്ല, നമ്മളിത് രണ്ടും കൂടെ ഇങ്ങനെ തോരൻ വെക്കാം. കനം കുറച്ച് അരിയണേ, എത്ര നീളം അതൊന്നും പ്രശ്നമല്ല. വലിപ്പം കനം ഉണ്ടാകരുത്, എല്ലാം ഒരുപോലെ വെന്ത് കിട്ടണം. അപ്പോൾ നമ്മുടെ മത്തങ്ങാത്തൊലി അരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ. അരിഞ്ഞ് കഴിഞ്ഞുകൊണ്ടിരിക്കുക കണ്ടോ. നല്ല വാളരിപ്പയർ അരിഞ്ഞേക്കുന്ന പോലെ അരിഞ്ഞേക്കുന്നുണ്ടോ. നീളത്തിൽ കനം കുറച്ച് ഇങ്ങനെ അരിഞ്ഞ് വിടണം കണ്ടോ. നല്ല സൂപ്പറായിട്ട് കളർഫുള്ളായിട്ട് കിടക്കുവാണ്. ക്യാരറ്റും കൂടെ ഇടുമ്പോൾ നല്ല കളർഫുള്ളല്ലേ എല്ലാം കണ്ടോ. അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ കൂട്ടത്തിലോട്ട് തന്നെ ഞാൻ ഉള്ളി അരിയുക കേട്ടോ. സവാളയും കൂടെ അരിഞ്ഞിടുവാണേ ഇതിൻ്റെ കൂടെ. അതും ഇങ്ങനെ നീളത്തിൽ തന്നെ അങ്ങ് അരിയുക കണ്ടോ. ഇനി നമ്മൾ പച്ചമുളക് അരിഞ്ഞിടാൻ പോവുക. ഇത് കണ്ടോ കൂട്ടുകാരെ, ഇന്നലെ മത്തങ്ങ മുറിച്ചപ്പം പണി കിട്ടി, ഇച്ചിരി മുറിഞ്ഞു. അതേ ഇന്ന് വേദന എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത് ചുറ്റി പ്ലാസ്റ്റർ. അപ്പോൾ ഇത് നമുക്ക് മുളക് ഇതിൻ്റെ കൂടെ അരിഞ്ഞിടാം. എൻ്റെ കട്ടിംഗ് ബോർഡാണ് കേട്ടോ എൻ്റെ വിരൽ, അപ്പോൾ ഇടയ്ക്കൊക്കെ പണി കിട്ടും. ഈ കട്ടിംഗ് ബോർഡേ വെച്ച് അരിയാൻ അത്ര അങ്ങോട്ട് വശമില്ല, സ്പീഡും ഇല്ല. കൈയാണെങ്കിൽ നല്ല ഇങ്ങനെ സ്പീഡിലങ്ങ് അരിഞ്ഞു വിടാമല്ലോ. കറിവേപ്പില അടുത്തത് ഇടാൻ പോവാം. നല്ല ഫ്രഷായ കറിവേപ്പില അങ്ങോട്ട് ഇടാന്നേ. അങ്ങോട്ട് ഊരിയെടുക്കുക. കുരുന്ന് അങ്ങോട്ട് അരിഞ്ഞിടുക. എല്ലാവരും തിന്നട്ടെ ഇഷ്ടം പോലെ, ഒരു കുഴപ്പമില്ലല്ലോ. കറിവേപ്പിലയ്ക്ക് ക്ഷാമമില്ല. തോരൻകറിയിലൊക്കെ ഒത്തിരി കറിവേപ്പില ഇട്ട് തിന്നുന്നത് നല്ലതാണ് കേട്ടോ. എല്ലാവർക്കും ആരോഗ്യത്തിന് ഹെൽത്തിയാണ്, ടേസ്റ്റിയുമാണ്. ക്യാരറ്റിനെ നമുക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിടാം. കണ്ടില്ലേ, അത് നമ്മൾ ആ പയർ ഇതരിഞ്ഞ പോലെ തന്നെ നീളത്തിൽ ഉരച്ചെടുക്കാം. അതിൽ വലുതും ചെറുതും എല്ലാം ഉണ്ട്. നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടം. നമ്മളിപ്പോൾ വലുതത്തേല ഉരയ്ക്കണം അല്ലേ, അരിയുന്ന മോഡലിൽ. മത്തങ്ങാപ്പണ്ട് അരിഞ്ഞ മോഡലിൽ ഉരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മത്തങ്ങാപ്പണ്ട് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ബാക്കി ഉള്ളിയും കരിയാപ്പിലയും എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം, അതിനാവശ്യമായിട്ടുള്ള ഉപ്പ്. നമ്മളിതിന് വേകാൻ ആവശ്യത്തിന് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നാടൻ കറിയാണേ, അതുകൊണ്ട് നാടൻ രീതിയിലാണ് വെക്കുന്നത്. ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഇനി അടുപ്പത്ത് വെച്ച് വേവിക്കാം. നമുക്ക് വെന്ത് കഴിയുമ്പോൾ ബാക്കി നമുക്ക് മൂടി വെച്ച് ഇങ്ങനെ വേവിക്കാം.
അമ്മച്ചി തേങ്ങ രണ്ടുവാ തോരൻ കറി വെക്കാൻ. അപ്പോൾ നമുക്ക് മത്തങ്ങാത്തൊലി എവിടം വരെ വെന്തോന്ന് നോക്കിയാലോ. ഇളക്കിയിട്ട് കൊടുക്കാവേ. പകുതി വെന്തു, മുക്കാലുമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി ക്യാരറ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. കളർഫുൾ പച്ച, തീമഞ്ഞ, വെള്ളയായിരുന്നു, പതാകയായിരുന്നു അല്ലേ? അതെ, ഉണ്ട്. ഈ പച്ച, തീമഞ്ഞ, വെള്ള ഇടുന്നുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ പച്ച ഇട്ടു, തീമഞ്ഞ ഇട്ടു, വെള്ള ഇട്ടു, പതാകയായി. നമ്മുടെ ഇന്ത്യൻ പതാകയുടെ രീതിയിലൊരു കറി. നോക്കണേ, തോരൻ ഉണ്ടോ. ഇനി നമ്മൾ ഇതിനെല്ലാം കൂടെ ഇച്ചിരി നേരം ആവി കയറി കഴിയുമ്പോൾ ഇളക്കിയിട്ട് കൊടുക്കാം. പതാകക്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. തോരൻ കറി എങ്ങനെയായി നോക്കിയാലോ. പതാകക്കറി, പതാകനെ ഇപ്പം ഞാൻ ഇളക്കാൻ പോവാം കേട്ടോ. കണ്ടോ, വെള്ള, തീമഞ്ഞ, പച്ച. അപ്പോൾ നമുക്കിതിനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. പച്ചത്തൊലി വെന്ത് മഞ്ഞത്തൊലിയായി. അത് മഞ്ഞൾ പൊടി ഇച്ചിരി ഇട്ടില്ലായിരുന്നോ? അതെ, അതുകൊണ്ടാണ്. കളർഫുൾ കറി ഉണ്ടോ, കളർഫുൾ തോരൻ കറി. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നമ്മുടെ നാടൻ കറിയാണ് കേട്ടോ. മത്തങ്ങ മേടിക്കുമ്പോൾ ആരും തൊലി വേസ്റ്റാക്കി കളയണ്ട കേട്ടോ. തൊലി കൊണ്ടേ തെങ്ങിൻ ചോട്ടിലോട്ടൊന്നും വലിച്ചെറിയണ്ട. ഇങ്ങനെ തോരനുണ്ടാക്കാം. മത്തങ്ങാത്തൊലി തന്നെയാണെങ്കിലും തോരനുണ്ടാക്കാം. അതിൻ്റെ കൂടെ ക്യാരറ്റ് ഇടണം നിർബന്ധമൊന്നുമില്ല. തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ തൊലി കൂടുതലുണ്ടെങ്കിൽ ക്യാരറ്റ് വേണമെന്നില്ല. ഇതിന് നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ ലാസ്റ്റ്. മതി. അപ്പോഴേ നമ്മുടെ തോരൻ കറി ഇവിടെ റെഡിയായി. ഇത് ടേസ്റ്റ് ചെയ്യാനിന്ന് അമ്മച്ചി എവിടെയുള്ളത്, അമ്മച്ചിക്ക് കൊടുത്തിട്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കിക്കാം. ഉപ്പും പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുത്തതല്ലേ. അപ്പം നമ്മുടെ നാടൻ മത്തങ്ങാത്തൊലി ക്യാരറ്റ് കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെയുണ്ട് അമ്മച്ചി തോരൻ കറി? അടിപൊളിയാണ്. നല്ല ഉപ്പ് നല്ല ഭാഗത്തുണ്ട്, മെരുവൊക്കെ ഭാഗത്തുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ല തോരനാണ്. കഞ്ഞിക്കും കൂട്ടാൻ കൊള്ളും അല്ലേ? കഞ്ഞിക്കും കൂട്ടാൻ എല്ലാത്തിനും. ചോറിനും കൂട്ടാം, കഞ്ഞിക്കും കൂട്ടാം. അടിപൊളിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ തോരനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കിയിട്ട് ഞങ്ങളോട് അഭിപ്രായങ്ങൾ പറയണം, കമൻ്റ് അറിയിക്കണം. ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ തുടർന്നുള്ള സപ്പോർട്ട് ഞങ്ങളുടെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇതാണ് ഈ പതാകക്കറി. അതെ. അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. ടാറ്റ കൊടുക്കണം. എന്തൊരു രുചിയാ. ടാറ്റാ.